65,000 രൂപയുടെ വില ഇട്ടേക്കുന്ന വണ്ടിയാണ്. 59 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 6,000 രൂപ കുറച്ച് കൊടുക്കും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു വണ്ടി എടുത്തിട്ട് പോകണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബ്രേക്ക് പാഡ് പോലും മാറണമെങ്കിൽ അത് ഇത്രയും മാറി അതിൻ്റെ കാര്യങ്ങൾ മൊത്തം നമ്മളെ മെക്കാനിക്കൽ ചെക്ക് ചെയ്തിട്ട് A to Z കംപ്ലൈൻറ്റുകൾ നിലവിൽ നമുക്കറിയാൻ പറ്റുന്ന എല്ലാ കംപ്ലൈൻറ്റും പിന്നെ നമുക്കറിയാൻ പറ്റാത്ത കംപ്ലൈൻറ്റുകൾക്ക് വാറണ്ടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. 17 മോഡൽ 156 നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഒരു ജെനുവിനായിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു 65,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 23 രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2024 സ്മാർട്ട് ഡിയോ വേണ്ടാത്തവർക്ക് ഒരു 2024 കിളി വണ്ടി, കിളിക്കുഞ്ഞ് വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയായത്. ഇതൊക്കെ വരുമ്പോൾ കിലോമീറ്ററൊക്കെ ഓടിയേക്കുന്നത് 6,779 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഭാഗത്ത് പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എം റൈഡേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ബൈക്കുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും മിതമായ വിലയിലൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അത് ഞാൻ ഈ കടയിൽ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിലും ഇവരുടെ വീഡിയോസ് ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മാന്യമായ വിലയിൽ നല്ല നല്ല വണ്ടികൾ കൊടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് ചേട്ടനെ വിളിച്ചു ചോദിച്ച് ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉതകുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. നൗഷാദ് നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കച്ചവടങ്ങളൊക്കെ? ദൈവാനുഗ്രഹം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബേഴ്സ് വന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ റീച്ച് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ അന്ന് വിളിച്ച് ചോദിച്ചതും അതുകൊണ്ടാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ കസ്റ്റമേഴ്സിന്. ഈ പറയുന്ന വില തന്നെ ആയിരിക്കണം കസ്റ്റമേഴ്സ് വരുമ്പോൾ കുറേന്നല്ല എന്തായാലും അതിനകത്തുനിന്ന് കൂടാൻ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല. നമ്മളെ ഇന്ന് വണ്ടി എടുക്കുന്നവർക്ക് അറിയാതെ. അതിപ്പോൾ വരുന്നവർ വന്നിട്ട് വീഡിയോ കണ്ടിട്ടാ വരുന്നതെന്ന് പറയണോ അതോ ഈ വീഡിയോ പറഞ്ഞ വിലയാണോ? എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കാണ് ആ വില. ആ വില നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോക്കകത്ത് ജസ്റ്റ് ഒന്ന് പറയാ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതെ തീർച്ചയായിട്ടും. ഇവിടെ വന്ന് വണ്ടി എടുക്കുന്നവർക്ക് അറിയാം വണ്ടിയുടെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും നമ്മൾ ആ വാറണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളോട്ടൊക്കെയാണ്? നമുക്ക് ഏകദേശം ഒരു 12 രൂപ 10 രൂപ തൊട്ടുള്ള വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. എത്ര വർഷം തൊട്ടുള്ള വണ്ടികൾക്കാണ് ലോൺ സൗകര്യങ്ങൾ? നമുക്ക് 2018 മുതലുള്ള വണ്ടികൾക്ക് എല്ലാം ലോൺ സൗകര്യമുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് ഒരു വാറണ്ടി നമുക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇപ്പോൾ ഒരു സാധാരണ ഒരു കടയിൽ ചെന്നൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അവർ പറയും നോക്കി എടുത്തുകൊണ്ട് പോയിക്കോണം ഈ കാണുന്ന കണ്ടീഷൻ എന്ന് പറയും. അതെ. നമ്മൾ അങ്ങനെയല്ല. 10 ദിവസം അവർക്ക് ഫുള്ളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അറ്റം തൊട്ട് ബാക്ക് അറ്റം വരെ നോക്കാനുള്ള സമയം 10 ദിവസം. അത് കഴിഞ്ഞാൽ നമ്മൾ 3 മാസം മുതൽ 6 മാസം വരെ ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ചിട്ട് എഞ്ചിനും വാറണ്ടി കൊടുക്കും. ഈ 10 ദിവസം കൊണ്ട് നോക്കുമ്പോൾ ഏകദേശം വണ്ടിയുടെ കംപ്ലൈൻറ്റ് എല്ലാം 10 ദിവസം ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ കാണുന്ന കംപ്ലൈൻറ്റുകളെല്ലാം ആദ്യമേ തന്നെ ശരിയാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനുള്ള പിന്നെ കാണാൻ പറ്റാത്ത അതിന് നമ്മൾ 2 മാസം മുതൽ 6 മാസം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ്. ഇത് വെറും വീഡിയോയ്ക്ക് വേണ്ടി പറയാൻ ഒരിക്കലും അല്ല. അത് ഇവിടുന്ന് എടുക്കുന്ന വേറെ ഉള്ള ചാനലുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കമന്റുകൾ മാത്രം ജസ്റ്റ് പോയെന്ന് നോക്കിയാൽ മതി. അന്നേരം അറിയാൻ പറ്റും. ശരി. വേറെ നമ്മളെ വിളിക്കേണ്ട കമന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം എല്ലാ പോസിറ്റീവ് കമന്റ്സുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ 100% ഇപ്പൊ നമ്മൾ ആ V4 എന്റർടൈൻമെന്റിനകത്തൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അന്നേരം അറിയാൻ കണ്ടത് കൊണ്ടാണ്. നമ്മൾ ആദ്യമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഈ പറയുന്ന കാര്യത്തിനകത്തുനിന്ന് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പരിപാടികളില്ല. അവർക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് നമ്മൾ ഫേവർ ചെയ്ത് കൊടുക്കുന്നതല്ല. അതിനകത്തുനിന്ന് കൂടുമല്ലോ അല്ലെ വരുമ്പോൾ ആ വണ്ടി ഇല്ലെന്നോ. നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ ആദ്യം വരുന്നവർക്ക് കൊടുക്കും. അഡ്വാൻസ് പോലും വാങ്ങിച്ചിട്ട് ഞാൻ വണ്ടികൾ വെക്കാറില്ല. കാരണം അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വെച്ചാൽ ദൂരെ നിന്നൊരു കസ്റ്റമർ വരുമ്പോൾ ഇപ്പോൾ ഒരു 12,000 രൂപയുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു യൂണിക്കോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തു നിന്ന് വന്ന് എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് പൈസ ഇട്ടെന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. 12,000 രൂപ, അതായത് 5 വർഷം പേപ്പറുള്ള വണ്ടി. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി 5 വർഷം ഇനി പേപ്പറുണ്ട്. അത്രയും വിശ്വാസമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോക്കകത്ത് ഒരു ഡിയോ ഒരു ആക്റ്റീവ 7,000 രൂപയുടെ ആക്റ്റീവ അത് ഈ പറഞ്ഞോട്ട് ദൂരെ നിന്ന് എവിടെ നിന്ന് വന്നത് പോയിട്ട് പൈസ ഇട്ടെന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി ഉണ്ട് ഇവിടെ നമുക്ക്. അങ്ങനെയുള്ള വണ്ടികളെ കസ്റ്റമർക്ക് കൊടുക്കുന്നുള്ളൂ. എനിക്ക് എടുക്കുന്ന ഒരു വണ്ടി എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാനൊരു സാധനം കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്ക് 2013 മോഡല് നല്ലൊരു ആക്സസാണ്. അത്യാവശ്യം ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കൊരു 12,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2013 മോഡൽ 2028 വരെ പേപ്പർ ക്ലിയർ ഉണ്ട്. അടുത്ത വരുന്നത് നമുക്ക് സ്കൂട്ടി പെപ്പ് വരുന്നത് ഇനി 4 വർഷവും കൂടെ പേപ്പറുണ്ട്. ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഒരു 14,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം.
ഈ പറയുന്ന ഇതിന്റെ ഇപ്പൊ ടയർ മോശം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി അത് ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റുകൾ കാര്യങ്ങൾ കുറഞ്ഞ വണ്ടിക്കകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും അവർക്ക് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്നോട്ട് നമ്മൾ ഈ പറയുന്ന ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2009 മോഡലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഈ കുറഞ്ഞ വണ്ടികൾ നമ്മൾ സെയിലിന് എടുക്കുന്ന തന്നെ അത്രയും നല്ല ക്വാളിറ്റി ആണെങ്കിലും സെയിലിന് വേണ്ടി എടുക്കത്തുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള റീടെസ്റ്റ് കഴിഞ്ഞ സ്കൂട്ടിയൊക്കെ ഈ ഓടിച്ച് പഠിക്കുന്നവർക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ എമൗണ്ടിന് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടികളാണ്. 4-5 വർഷം പേപ്പറുള്ള വണ്ടികൾ ഇതെല്ലാം. ഇതൊക്കെ വരുമ്പോൾ ഒരു 2018 വണ്ടിയൊക്കെ നമുക്കൊരു 39,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ് മിക്ക വണ്ടികളും. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. ചില വണ്ടികളൊക്കെ ഉള്ളു സെക്കൻഡ് ഓണർഷിപ്പ്. ഈ വലിയ വണ്ടികളൊക്കെ ചില വണ്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിലോട്ടാക്കാൻ തരത്തില്ല. അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണർ. അതിൽ മേളിലോട്ടുള്ള ഓണർഷിപ്പ് ഇല്ല വണ്ടികൾ. ഇത് വരുമ്പോഴത്തേനും 2018-19 രജിസ്ട്രേഷൻ വരുന്ന ഗ്രാസിയാണ്. ഈ വണ്ടി നമുക്കൊരു 39 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഓട്ടോ ഒക്കെ എങ്ങനെയാണ്? ഏതാ ഏകദേശം ഓട്ടോ കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഒക്കെ ഇതിനകത്ത് കാണുന്ന കിലോമീറ്റർ എത്രയാണോ അത്രയും കിലോമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ ഈ കുറഞ്ഞ വണ്ടിക്കൊന്നും കിലോമീറ്റർ പറയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്പീഡോമീറ്റർ പോയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. നമ്മൾ മോഡൽ കൂടിയ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ജെനുവിൻ കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി സൈതാണ് കൊടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അത് പക്കയായിരിക്കും. പക്ഷേ ഈ കുറഞ്ഞ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോമീറ്റർ പറയേണ്ട കാര്യമില്ല. കാരണം ഈ 2009 2010 ഒക്കെ വണ്ടി ഇത്രയും വർഷങ്ങൾ കൊണ്ട് കിടന്ന് ഓടുന്നത്. നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിയുള്ളതെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല അതിനകത്ത്. ചിലപ്പം കറക്റ്റ് കിലോമീറ്റർ ആയിരിക്കും, ചിലപ്പം കറക്റ്റ് കിലോമീറ്റർ അല്ലായിരിക്കും. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. അത് വേറെ കാര്യം. അടുത്ത നമുക്ക് ഗ്ലാമർ ഒരെണ്ണം കാണിക്കാം. ഗ്ലാമർ വരുമ്പോൾ 2018 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് 40 രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2018 നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. ടയർ കാര്യങ്ങൾ എല്ലാം പക്കയായിട്ടുള്ള ഒരു വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒന്നും കിലോമീറ്റർ ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല വണ്ടികൾ എടുക്കുന്നത്. ഇതിനകത്ത് കാണിച്ചേക്കുന്ന കിലോമീറ്റർ ഏകദേശം 39,557 കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ഒക്കെ ആയതുകൊണ്ട് ഏകദേശം സെയിം ആയിരിക്കും കാര്യങ്ങളാണെന്നുള്ളതാണ്. കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് റെഡ് കളറിൻ്റെ ഒരു ചെറിയ ഫെയ്ഡ് വന്നിട്ടുണ്ട്. അത് കസ്റ്റമർ വന്നിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. കമ്പനി പെയിന്റ് ആയതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണ്. അടുത്ത വരുന്നത് 2018 മോഡൽ പാഷൻ പ്രോ ആണ്. ഈ വണ്ടിയും വരുമ്പോഴേ ഏകദേശം ഒരു 40 രൂപ റേഞ്ചിനകത്തൊക്കെ നിൽക്കുന്ന വണ്ടികളാണ്. അതൊക്കെ അത്യാവശ്യം ഒരു മൈലേജും ഇച്ചിരി ലോങ് ഒക്കെ ഓടാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയ വണ്ടികളാണ്. പിന്നെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലല്ലോ വണ്ടിക്ക്. 50 റേഞ്ച് ഓടിക്കാണോ? അതൊക്കെ അത്രയൊക്കെ ഓടിയിട്ടുണ്ടാവും. 10, 35, 36 ഒക്കെ കിലോമീറ്റർ ഓടുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇത് ഓടിയിട്ടുണ്ട് ഏതാണ്ട് 29 സംതിങ്ങാണ് കാണിച്ചേക്കുന്നത്. ചിലപ്പോൾ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കാം. അടുത്ത വരുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ട നാട് മൊത്തം ഓടിയിട്ട് എനിക്ക് ഇതുവരെ അയക്കുന്നത് 50,000 കിലോമീറ്റർ അയക്കുന്നത്. അപ്പൊ ജെനുവിൻ ഓഫീസിൽ പോവുക, എക്സിക്യൂട്ടീവ് ജോലി ചെയ്യാന്നുള്ളവർക്ക് ഇത്രയും ഓട്ടം വരുന്നില്ലല്ലോ. അതാ പറഞ്ഞത്. ചില വണ്ടികൾക്ക് ഈ പറഞ്ഞില്ലയോ നമ്മൾ ഈ 2015, 16 വണ്ടിയൊക്കെ 15,000 ഓടിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ 1,11,000 കിലോമീറ്റർ ഓടി പാഷൻ പ്രോ തൊട്ടടുത്ത് നമ്മുടെ ഒരു ബന്ധുവിന് കൊടുത്തു. 11 ഓടിയ വണ്ടിയാണ്. പക്ഷേ വണ്ടി ഒരു പുതിയ വണ്ടി ഓടിക്കുന്നോണ്ടിരിക്കുക. വണ്ടി ഓടുമ്പോൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻസ് ചെയ്ത് ഓടിക്കുന്ന വണ്ടി കിലോമീറ്റർ ഓടുന്നതിനൊന്നും കാര്യമില്ല. ഇതുകൊണ്ടൊന്ന് തിരിച്ചു വെച്ച് 1000 രൂപ കൊടുത്ത് അത് തിരിപ്പിച്ച് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പൈസ കസ്റ്റമർക്ക് കുറച്ച് കൊടുത്ത് അത്രയും കാര്യമായി. നമ്മൾ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. 2018 മോഡൽ തന്നെ 180 പൾസർ ഇരിപ്പുണ്ട്. 39,000 രൂപയാണ് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ്. പിന്നെ അതിനകത്ത് നമുക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിംഗിൾ ഓണറാണത്. എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളായിരിക്കുന്നതെല്ലാം. ഇനി നമുക്ക് കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് വരുമ്പോൾ MD വെർഷൻ 2 2022 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഫൈനൽ ഒരു 1.55 നമുക്ക് കസ്റ്റമർ കൊടുക്കാം. 2022 മോഡൽ USB ഫോർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടി. നല്ല ക്ലീൻ പീസായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.55 നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ചെറിയ കിലോമീറ്റർ 20 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ പക്ക കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി സൈസ് എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. അടുത്ത വരുന്നത് നമുക്ക് ബുള്ളറ്റ് ക്ലാസിക് 2021 മോഡലിൽ വൈബ്രേഷൻ ഒന്നും വരാത്ത ഒരു മോഡലുണ്ട്. ആ വണ്ടിയാണ് ഇത്. 2021 ലാസ്റ്റിൽ വരുന്ന വണ്ടി. ഈ വണ്ടി വരുമ്പോഴും നമുക്ക് ഒരു 1,48,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഇവിടെ 1.55 ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു 1,48,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. 2021 സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. മൈലേജ് ഒക്കെ ഒരു 40-45 ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയല്ലേ. എഞ്ചിൻ സൈഡൊക്കെ പക്ക ഗ്യാരണ്ടിയോട് കൊടുക്കുന്നില്ല. 5 മാസം ഫുൾ വാറണ്ടി കൊടുക്കുന്ന സാധനം. അതൊക്കെ 5 മാസത്തേക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്ന വണ്ടികൾ. ഇതിനകത്ത് ഒന്നും സംഭവിക്കാനില്ല. കൊണ്ടുവന്ന കസ്റ്റമർ ഏകദേശം ഒരു 2,000-2,500 കിലോമീറ്റർ ആകുമ്പോഴത്തേനും കറക്റ്റ് ഓയിൽ മാറി ഓടിക്കുക. അത്രയും മാത്രമേ. ഇവിടുന്ന് ഓയിൽ വരെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ സാധനം ഇവിടുന്ന് ഇറക്കി കൊടുക്കത്തുള്ളൂ. അത് ചോദിക്കണേ, എത്ര രൂപ തൊട്ടുള്ള വണ്ടികൾക്കാണ് ഓയിൽ ചേഞ്ചിങ് ഒക്കെ ചെയ്തത്? എല്ലാ വണ്ടിക്കും 5,000 രൂപയുടെ വണ്ടി എടുത്താലും ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അവരുടെ മുന്നിൽ വെച്ച് ഇത് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓയിൽ കംപ്ലൈന്റ് ഉള്ളതാണെങ്കിൽ അത് മാറി പുതിയ ഓയിൽ മാറിയ വണ്ടികൾ വരും. അത് കസ്റ്റമറെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇത്രയും കണ്ടീഷൻ ഉണ്ട്, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ മാറണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടേ വിടത്തുള്ളൂ. അത് ഇവിടുന്ന് എടുക്കുന്ന ഏത് കസ്റ്റമറുടെ എല്ലാവരുടെയും മൊബൈൽ നമ്പർ നിങ്ങൾ എഗ്രിമെന്റ് ബുക്കിനകത്തോട്ട് വിളിച്ച് ചോദിച്ചോ. അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ഉണ്ട് തിരിച്ചുകൂടെ കൊണ്ട് തന്നെ 10 ദിവസം അതിനാണ് വാറണ്ടി കൊടുക്കുന്നത്. 10 ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഒരു
ഇപ്പോൾ എവിടുന്നാലും നമ്മൾ മെക്കാനിക്കുകളെ കുറ്റം പറയുന്നതല്ല, ഏത് മെക്കാനിക്കുകൾ വന്നാലും അവർ വെറുതെ ഒന്നും വരുന്നവരൊന്നുമല്ല. അവർക്ക് നമ്മളൊരു കമ്മീഷൻ വാങ്ങിച്ചിട്ടേ അവർ അത് ഈ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അന്നേരം വരുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 2000-3000 എടുത്ത് അവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് 10 ദിവസം വാറണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് കാണിച്ചിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട് നമ്മളെ വിളിച്ചോട്ടെ, ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കിക്കൊണ്ട് പോയിക്കോട്ടെ, ഫ്രീ, ഒരു പൈസയും കൊടുക്കണ്ട. എനി കംപ്ലൈൻറ്റ് അതിനകത്ത് A to Z കംപ്ലൈൻറ്റ് 10 ദിവസത്തേക്ക് നമ്മൾ വാറണ്ടിയാണ്. ഒരു ബൾബ് ഉണ്ടെങ്കിൽ ആ ബൾബ് വരെ വാറണ്ടിയാണ്, ഒരു ബൾബിന് വരെ നമ്മൾ വാറണ്ടിയാണ്. അത്ര പാലക്കാട് പോയിട്ട് പിന്നെ ഇത് R15 ഇവിടുന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ബൾബ് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് മാറാൻ, ആരെങ്കിലും ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ബൾബ് മാറാൻ, അങ്ങനെയുള്ള ഗ്യാരണ്ടി ഉള്ളു. ധൈര്യമായിട്ട് എടുത്തോണ്ട് പോയിട്ട് കാശ് കൊണ്ട് തന്നാൽ മതി. ഞാൻ ഗ്യാരണ്ടി ആരാ പറയുന്നത് ഇവിടെ? എടുത്തോണ്ട് പോയിട്ട് കാശ് കൊണ്ട് തന്നേക്കോ, ഞാൻ കൊടുക്കുന്ന സാധനം ഈ പറയുന്ന സാധനം ഇല്ലെങ്കിൽ തരേണ്ട പൈസ, അങ്ങനെയുള്ള ഗ്യാരണ്ടി ഉണ്ട്. നമുക്കിനി 2-3 സ്റ്റാൻഡേർഡ് കാണിക്കാം. സ്റ്റാൻഡേർഡ് വരുമ്പോഴത്തേന് ഇതൊക്കെ 2021 മോഡലുകളായിരിക്കുന്നത്. ഇതൊക്കെ ES സെൽഫ് സ്റ്റാർട്ടും കൊണ്ടുള്ള മോഡലുകൾ വണ്ടിയാണ്. 2021, 2019 പഴയ മോഡൽ 3 വണ്ടി ഇരിപ്പുണ്ട്. ഇത് 2021 വണ്ടി, അത് 2021 വണ്ടി, ഇത് 2019 വണ്ടി. ഇതെല്ലാം ഫുള്ള് ഇപ്പം നമ്മൾ ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് ചില ആൾക്കാർ കയറി പറയും വില കൂടുതലാണെന്ന് പറയും. പക്ഷേ നമ്മളിപ്പം പഴയ ഒരു 6 മാസം 5 മാസത്തിന് മുമ്പ് കൊടുക്കുന്ന വിലയല്ല ഇപ്പം വണ്ടി എടുക്കുന്ന വില. അന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഇപ്പം നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഷോറൂമുകളിൽ പുതിയ വണ്ടിയുടെ സെയിൽ തീരെ കുറവാണ്. കാരണം അത്രയും വിലയും കാര്യങ്ങളും ടാക്സ് എല്ലാം കൂടിയപ്പം അത്രയും വിലയാകുമ്പോൾ ഷോറൂമുകളിൽ വണ്ടികൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് വില അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർ തരുന്നത്. ഇതിപ്പം ജെനുവിൻ പാർട്ടികളുടെ ഇപ്പോൾ എടുക്കുമ്പം അവർ ഫിനാൻസ് അടച്ച് എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേന് ഫിനാൻസും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് മുതലാവത്തില്ല. പിന്നെ അവർ ചിലപ്പോൾ ഈ ഫിനാൻസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ടോ മാത്രം തരുന്ന വണ്ടികളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ പോകുന്നവർക്കോ അങ്ങനെയൊക്കെ തരുന്ന വണ്ടികൾ. അന്നേരം അത്രയും വില കൊടുത്തെങ്കിൽ അത്രയും മെയിൻറ്റെയിൻസ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികൾ നമ്മളിപ്പോൾ ഒരു തുരുമ്പ് പിടിച്ചതോ അല്ലെങ്കിൽ പൊടിഞ്ഞ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനെന്ന് നമുക്കും പറ്റും, വില കുറച്ച് കൊടുക്കാനും എല്ലാം പറ്റും. പക്ഷേ നമ്മളിവിടെ ആ ഒരു ബിസിനസ് ചെയ്യുന്നില്ല. നമ്മളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ട് പോവുക, ഒരെണ്ണം വിറ്റുള്ള ഒരെണ്ണം വിൽക്കുന്നത് 100-100 കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ 3 ബുള്ളറ്റ് എങ്ങനെ റേറ്റ്? ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്കൊരു 130, 135 നിർത്തി ഈ 2 വണ്ടികൾ നമുക്ക്. ഇത് കിലോമീറ്റർ ഓടിയേക്കുന്നത്, ഇത് വരുമ്പോൾ 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ 23,400 ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വരുമ്പോൾ 15,000 കിലോമീറ്റർ 14,000 ഒക്കെ ഓടിയ വണ്ടികൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെയൊക്കെ ഇറങ്ങിപ്പോയ വണ്ടികളാണ്. നമ്മൾ ഇന്നലെ വന്നായിരുന്നു ഒരു 4-5 വണ്ടിയും കൂടി ഇവിടെ കാണിക്കാൻ പറ്റുമായിരുന്നു. അന്നേരം ഈ എല്ലാം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ. ഈ വണ്ടികളൊക്കെ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടികളാണ്. നമ്മൾ ഈ ഒരു വണ്ടികളെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ പുതിയ വണ്ടി എടുക്കണോ സെക്കൻഡ് വണ്ടി എടുക്കണോ എന്ന് തീരുമാനിക്കാം. കാരണം നല്ലതായ ഒരു ഡിഫറൻസ് വിലയ്ക്കകത്ത് വരുന്നുണ്ട്. അതേ കണ്ടീഷൻ തന്നെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് വണ്ടികൾ. ഇതൊക്കെ വരുമ്പോൾ കാർബറേറ്റർ ഉള്ള മോഡൽ 2019 മോഡൽ വണ്ടികളാണ്. ഇതൊക്കെ അത്രയും നല്ലതായിട്ട് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു 1.18, 1.26 റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 2019 മോഡൽ വണ്ടി. ഇതിനൊക്കെ അത്യാവശ്യം മാക്സിമം ഫിനാൻസുകൾ വീഴുന്ന വണ്ടി. ഒരു 15 രൂപ 20 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികളൊക്കെ ഒരു 25 രൂപയ്ക്കകത്തൊക്കെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഓക്കെ. ഇത് വരുമ്പോൾ ഹണ്ടർ 2023 വണ്ടി. ഇത് ഫുള്ള് ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളും സർവീസ് ബാക്കി കിടക്കുന്ന വണ്ടിയാണ്. ഇത് വരുന്നത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ, ഷോറൂം സർവീസ്, ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കൊടുക്കാം. ടയറൊക്കെ വരുന്ന കമ്പനി സ്റ്റോക്ക് ടയർ തന്നെ, രണ്ടാമതൊന്നും ഒരു സാധനങ്ങൾ മാറിയിട്ടൊന്നുമില്ല. ആ കാണുന്ന കിലോമീറ്റർ കാര്യങ്ങളാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1,58,000 രൂപയ്ക്ക് 2023 വണ്ടി കൊടുക്കാം. പിന്നെ ഈ ബ്ലൂ കളർ വണ്ടിയൊന്നും ഇപ്പോൾ കിട്ടത്തില്ല. വണ്ടി നിർത്തിയ വണ്ടിയാണ്, ഈ കളർ നിർത്തിയ വണ്ടിയാണ്. ഒരു നട്ട് പോലും ഒരു കളർ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേ ആ പുതിയ വണ്ടിയുടെ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ സർവീസ് ബുക്കും സെക്കൻഡ് ചാവിയും സർവ്വ സാധനങ്ങളും ഉള്ള വണ്ടികളാണ് ഇതെല്ലാം. ഇത് വൈബ്രേഷൻ ഉണ്ടോ? ഒരു വൈബ്രേഷനും ഇല്ല. ഹണ്ടറിന് വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു വണ്ടിയും വലിയ എഞ്ചിനും ആയതുകൊണ്ട് ചെറിയൊരു ഹീറ്റ് കാണിക്കുന്നുണ്ട്. ചെറിയൊരു ഹീറ്റ് ലോങ് ഓടുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടുത്തൊരു ഹീറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ഓടിക്കാൻ അത്രയും അതല്ലാതെ പക്ഷേ ഇതിന് ഇച്ചിരി കൂടുതൽ ഹീറ്റ് ഉണ്ട്. പക്ഷേ ഓടിക്കാൻ ഇനി എത്ര കിലോമീറ്റർ ഓടിച്ചു പോയാലും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാൾ ഉപയോഗിച്ച ഒരു വണ്ടി ചെയ്തു. അടുത്ത വരുന്നത് നമുക്ക് 2023 ലാസ്റ്റ് വരുന്നത് ഡൊമിനാർ 400 വരുന്നത്. ഇത് വരുന്നത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാ സഹിതം നമ്മൾ സർവീസ് വാറണ്ടി സഹിതം കൊടുക്കുന്ന വണ്ടിയാണ്. ഷോറൂം വാറണ്ടി ഉണ്ട്, നമ്മുടെ വാറണ്ടി ഉണ്ട്, എല്ലാ വാറണ്ടിയും കൊടുക്കും. 16,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. കറക്റ്റ് കിലോമീറ്റർ പറയാനാണെങ്കിൽ 17,681 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഫൈനൽ വില വരുമ്പോഴത്തേനും 1,75,000 രൂപയ്ക്ക് കൊടുക്കാം. 1,85 ഇട്ടേക്കുന്നത് 10,000 രൂപ ഓഫർ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത്. 1,85 വിൽക്കേണ്ട വണ്ടിയാണ്. 1,75 നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമ്മൾ കൊടുക്കും. ഇവിടെ അല്ലാതെ വരുന്ന കസ്റ്റമർക്ക് ഇത് 1,85 കുറച്ച് കൊടുക്കത്തില്ല. 1,75 എന്നുള്ള പിന്നെ എന്തെങ്കിലും കുറയും? ഇതിനകത്ത് കുറയ്ക്കാനൊന്നും ഇല്ല. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് അറിയാം. ഒരു ഡൊമിനാർ 400 ഒക്കെ എടുത്തിറങ്ങുമ്പോൾ അതിന്റെ ഫിനാൻസ് ഒക്കെ അടച്ചു വരുമ്പോൾ ഉള്ള പൈസകൾ അറിയാൻ പറ്റും. ഇതിന്റെ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒക്കെ ഇതിന്റെ ഒന്നും ഞാൻ അങ്ങനെ ഓടിച്ചു നോക്കിയിട്ടുള്ള വണ്ടികളല്ല. എന്നാലും ഒരു 10, 30, 40 ഒക്കെ കിട്ടുമായിരിക്കും. അത്ര 400cc വണ്ടിയല്ലേ, 30 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇത് കൊണ്ടുവന്ന മൈലേജ് നോക്കുന്നവരല്ലല്ലോ. അവർക്ക് പവർഫുള്ളും യാത്രാസുഖവും വേണമെന്ന് പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നത്.
നമുക്കിനി കുറച്ച് ലേഡീസ് വണ്ടികൾ കാണിച്ചാലോ? എല്ലാം അങ്ങ് ജെൻസിന്റെ മാത്രം കാണിച്ചാൽ എങ്ങനെ? അത് നമുക്കിനി ഈ ലേഡീസ് വണ്ടികൾ ഇച്ചിരി ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് അടുത്ത ജെൻസിലോട്ട് പോവാം. അതൊക്കെ വരുമ്പോഴത്തേനും ഒരു 2023, 24 വണ്ടികളായിരിക്കുന്നത്. ഈ ഇരിക്കുന്ന മൊത്തം 23-നും 24-നും ഇടയ്ക്കുള്ള വണ്ടികളാണ്. ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 5000 കിലോമീറ്ററൊക്കെ ജെനുവിനായിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ വരുമ്പോൾ ഒരു ഹൈബ്രിഡിലോട്ട് വരുന്ന നമുക്ക് മൈലേജ് കൂടുതൽ വേണം, ലോങ് ഓട്ടോ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. RZR ഹൈബ്രിഡ് 2023, 24 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 88 രൂപയ്ക്കൊക്കെ നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. 130-നടുത്തൊക്കെ വില വരുന്ന വണ്ടികളാണ് ഇതൊക്കെ. വർഷം 2024 വണ്ടിയാണ്. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇനി അതിൻ്റെ കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 2018 മോഡൽ വണ്ടി കൊടുക്കാം. 18 ജൂപ്പിറ്റർ നമുക്ക് കൊടുക്കാം. ഒരു 38,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2018 മോഡൽ ഈ വണ്ടിയൊക്കെ ഏകദേശം ഒരു 30-32 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ വന്നിട്ടുള്ള വണ്ടി. എൻ്റെ പേപ്പർ വന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് ക്ലിയർ ആയി വന്നത്. ഇതിൻ്റെ NOC പേപ്പറിനകത്തൊരു ചെറിയ മിസ്റ്റേക്കായിട്ട് കിട്ടാതിരുന്നത്, അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം. 2022 ജൂപ്പിറ്റർ കൊടുക്കാം. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 2022 നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടി, ലോ കിലോമീറ്ററുള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് 65,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത് ഈ വണ്ടിക്കൊക്കെ ഉള്ള പെയിന്റ് ഒറിജിനൽ പെയിന്റ് പക്ക ഒറിജിനൽ കമ്പനി പെയിന്റ് തന്നെ ആയിരിക്കുന്നത്. ഒരു ടച്ചിങ് പോലും ഇതിനകത്തും കാണത്തില്ല. പിന്നെ ആ പാട് ടച്ചിങ് വരുന്ന ഈ സൈലൻസറിന്റെ മണ്ടയ്ക്കൊക്കെ ഈ ചെരുപ്പൊക്കെ വെച്ച് ചവിട്ടുന്നത്, അത് നമ്മൾ ഇവിടുന്ന് പോളിഷ് ചെയ്യുന്ന സമയത്ത് അത് പൗഡർ കോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ടയറൊക്കെ അത്യാവശ്യം നല്ല എല്ലാം പുതിയ ടയറുകളും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. ചെറിയ കിലോമീറ്റർ ഓടുന്ന വണ്ടികളൊക്കെയാണ്. നമുക്കിതൊരു 65 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഡിയോ 2 എണ്ണം 2023 വണ്ടിയാണ്. 2023 മോഡൽ വണ്ടികളാണ് ഈ ഇരിക്കുന്ന 2 വണ്ടി. ഇതൊക്കെ വരുമ്പോഴത്തേന് ചോദിക്കുന്ന നമുക്കൊരു 75 രൂപ വെച്ച് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ നോക്കാമല്ലോ, നമുക്ക് നോക്കാമല്ലോ. വണ്ടി ഇവിടെ ഇരിക്കുമല്ലോ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ? എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് വരുമ്പം 10,761 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വരുമ്പം 20,233 ഓടിയിട്ടുണ്ട്. റേറ്റിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? റേറ്റ് രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ്. കിലോമീറ്റർ 10,000, 5,000 കിലോമീറ്ററിന് വ്യത്യാസമല്ല വരുന്നുള്ളൂ. വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഈ വില പറയുമ്പം കസ്റ്റമർ ഇവിടെ വന്ന് നോക്കണം. ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത് വണ്ടി. ഒരു പുതിയ വണ്ടി എടുക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത്, അങ്ങ് പോകണം. അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പറഞ്ഞ കൊണ്ട് എവിടെയെങ്കിലും ചെന്നിട്ട് പൊട്ടിയതോ പൊളിഞ്ഞതോ ഒപ്പിച്ച് വെച്ചുള്ള ഒരു പരിപാടികളുമില്ല. പിന്നെ സ്മാർട്ട് ഡിയോ എടുക്കാൻ നിൽക്കുന്നവർക്ക് റിമോട്ടിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മോഡൽ ഡിയോ സ്മാർട്ടാണ് വരുന്നത്. ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2024, 25 പുറത്തിറങ്ങിയ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് വരുമ്പോഴത്തേന് ഫൈനൽ 90 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 90. ഇതൊക്കെ വെറും ലോ കിലോമീറ്ററാണ്. 4000-3000 കിലോമീറ്റർ ഓടിയ വണ്ടികളായി കാണുന്നത്. ഈ വണ്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എത്ര രൂപ തരേണ്ടി വരും? ഈ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു 25 രൂപയെങ്കിലും ഫസ്റ്റ് അടയ്ക്കേണ്ടി വരും. നമ്മൾ 25 രൂപ അടച്ചിട്ട് എടുത്താൽ, പക്ഷേ ഫിനാൻസ് ഇല്ലാതൊക്കെ എടുക്കാനാണ് ഈ വണ്ടിയൊക്കെ ഭയങ്കര ലാഭമാണ്. കാരണം ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് അതേ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന, ഷോറൂമിൽ ഇരിക്കുന്ന അതേപോലെ ഇരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. അല്ല, ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഫിനാൻസ് ഇട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനായിരിക്കും ഒരു 90% ആൾക്കാർ വരുന്നത് അങ്ങനെ തന്നെ. അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓടി വരില്ല. മെയിൻ കാര്യം പൈസയുടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 20,000 രൂപ കൊടുത്താൽ 25,000 രൂപ കൊടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ അടവ് എങ്ങനെയാണ്, എത്ര വർഷം വരെ കിട്ടും? നമുക്ക് ഒരു 4 വർഷം വരെ ഫിനാൻസ് കിട്ടും. 1 വർഷം മുതൽ 4 വർഷം വരെ എടുക്കാം. നമ്മുടെ അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം അനുസരിച്ചിട്ട് വർഷം കൂട്ടി വേണം എടുക്കാം, കുറച്ച് വേണം എടുക്കാം. പിന്നെ എപ്പോൾ എടുത്താലും നമ്മുടെ ഈ ബൈക്ക് ബസാർ പോലുള്ളൊക്കെ ഫിനാൻസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 1 മാസം അടച്ചിട്ട് പിറ്റേ ദിവസം ക്ലോസ് ചെയ്താലേ 1 മാസം ഇൻട്രസ്റ്റേ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. നമ്മളിപ്പോൾ 2 വർഷത്തേക്ക് ഇട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട് അടയ്ക്കുവാണെങ്കിൽ ആ 1 മാസം ഇൻട്രസ്റ്റേ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. അന്നേരം തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ വണ്ടി എടുക്കുന്ന അതിൻ്റെ ടാക്സും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ഓടി സെക്കൻഡ് ബൈക്കുകൾ എടുക്കുന്നതിനകത്ത് സെക്കൻഡ് വണ്ടികൾ എടുക്കണമെന്ന് നമ്മൾ പറയത്തുള്ളൂ. കാരണം അത്രയും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തീരെ ലോ വണ്ടികൾ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞുകൊണ്ട് പണിയോ കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു. ഇതിനകത്തെല്ലാം ഷോറൂം വാറണ്ടി തന്നെ വീണ്ടും കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇത് വരുന്നത് 2021 മോഡൽ വണ്ടിയാണ്. 2021 12-ാം മാസം വണ്ടി. ഈ വണ്ടി വരുമ്പോൾ നമുക്കൊരു 63,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 21, 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് വലിയ കിലോമീറ്റർ ഓടിയ വണ്ടികളൊന്നും അല്ല. ഇതൊക്കെ ഏകദേശം ഒരു 20-25 ഓടുന്ന വണ്ടികളായിരിക്കും. നോക്കാം, 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 35. ഇതൊരു 63,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് 1000 കിലോമീറ്റർ 1788 കിലോമീറ്റർ ഫസീനോ ഹൈബ്രിഡ്, ഫുള്ളി ഹൈബ്രിഡ് വണ്ടി. പിന്നെ എന്തിനാ ഇത് എടുത്തേ? ഇതൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ വിട്ട് 2 മാസമൊക്കെ ഫിനാൻസ് അടയ്ക്കും. പിന്നൊന്നും ഇത് അടയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത്ര അടച്ചു വരുമ്പോൾ ഒരു കാറിൻ്റെ പൈസ ആവും പുതിയതൊക്കെ എടുത്തിട്ട് അടച്ചു വരുമ്പോൾ. ഇതൊക്കെ നമുക്ക് പറഞ്ഞ വിട്ട് 90 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാലും ഒരു കസ്റ്റമർ പുതിയ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു 50,000 40,000 രൂപ വ്യത്യാസമുണ്ട്. അതൊക്കെ വന്നിട്ട് ഫിനാൻസ് ഇട്ടൊക്കെ എടുക്കാതെ റെഡിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഒരു 90 രൂപ റേഞ്ചിനകത്ത് നിർത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം. വരുമ്പോൾ കസ്റ്റമർ വരട്ടെ, അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇനിയും നമ്മുടെ ഇതിൻ്റെ ഫസീനോടെയൊക്കെ നല്ല കളക്ഷൻസ് ഇരിപ്പുണ്ട്. ഇത് വരുമ്പോഴത്തേനും 2023 മോഡൽ വണ്ടിയാണ്.
2023 വണ്ടി ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു 78 രൂപ 80 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ തന്നെ, എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ തന്നെ ഇരിക്കുന്നത്. വണ്ടി അതുപോലെ തന്നെ ഈ പറഞ്ഞോട്ട് പുതിയതെടുക്കണോ പഴയതെടുക്കണോ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ വണ്ടികളൊന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. പിന്നെ കുറഞ്ഞ വണ്ടികൾ വേണ്ടവർക്ക് നമുക്ക് കുറഞ്ഞ വണ്ടികളും കാണിക്കാം. അത് നമ്മുടെ ഗോഡൗണിലോട്ട് പോകുമ്പോൾ കുറച്ച് കുറഞ്ഞ വണ്ടികളുണ്ട്, അതും നമുക്ക് കാണിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കുറച്ച് പുലിക്കുട്ടികളെ കാണിക്കാം. പുലിക്കുട്ടി ഐറ്റംസിനെ കുറച്ച് കാണിക്കാം. ഇത് വരുമ്പോൾ RC 200 2023 വണ്ടി, 12,000 കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി, കറക്റ്റ് 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 2023 വണ്ടി. ഇതൊക്കെ നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പോകും. ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മളിവിടെ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 1,85,000 രൂപ. നമ്മൾ ഈ വണ്ടി 1,65,000 രൂപയ്ക്ക് കൊടുക്കാൻ പോവുക. ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം. 2023 മോഡൽ 12,000 കിലോമീറ്ററുടെ വണ്ടി 1,65,000 രൂപയ്ക്ക് കൊടുക്കാൻ പോവുക. അടുത്ത വരുന്നത് 2023 വണ്ടിയാണ്. ഇത് കണ്ടോ, വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുത്തേ കളിയാ, ഒന്ന് കാണട്ടെ, സാധനം ഒന്ന് കാണട്ടെ. സാധനം കണ്ടതിന് ശേഷം വന്നെടുത്താൽ മതി. ഇത് വരുമ്പോഴും 2023 വണ്ടിയാണ്. ഇത് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വില 1,70,000 രൂപ നമ്മൾ വില ഇട്ടേക്കുന്നത്. ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ പോകും 1,65,000 രൂപയ്ക്ക് കൊടുക്കും. പോട്ടെ, 1,60,000 രൂപയ്ക്ക് കൊടുക്കുക, എടുത്തോണ്ട് പോട്ടെ. 1,60,000 2023 തീരെ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 10,000 ആ റേഞ്ചിനകത്തൊക്കെ ഓടുന്ന വണ്ടികളാണ് ഇതൊക്കെ. അത്രയും നല്ല ഒരു ബ്ലാക്ക് എഡിഷനകത്ത് വരുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാൻ പോവുക, എടുത്തോണ്ട് പോട്ടെ. അടുത്ത വരുന്നതാണ് 2021 മോഡൽ വണ്ടി. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതെന്ത് വണ്ടി? ആ പറഞ്ഞ 2023 അതേ ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഫൈനൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എന്ന് പറയുന്നത് 1,45,000 രൂപ. 1,55 ഇട്ടേക്കുന്നത് കാണിച്ചു നോക്കേ. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 10,000 രൂപ കുറച്ച് കൊടുക്കും. 10,000 രൂപ കുറച്ച് ഈ വണ്ടി കൊടുക്കും. 1,45,000 രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും. അല്ല, ഇത് എന്തോ ഓടിയിട്ടുണ്ട് കേട്ടോ. കിലോമീറ്റർ ഓടിയേക്കുന്നത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 14,000 കിലോമീറ്റർ ആയിരിക്കും. ഷോറൂം സർവീസ് ഇപ്പോഴത്തെ സർവീസും കൂടെ കഴിഞ്ഞിട്ട് കസ്റ്റമർ തന്നേക്കുന്നത് 14,791 കിലോമീറ്റർ. ഇപ്പോഴത്തെ റീസെൻ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലോട്ട് വണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ഗ്യാരൻറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. എക്സ്പൾസ് വരുമ്പോൾ നമുക്ക് 2-3 വണ്ടി ഇരിപ്പുണ്ട്. 2 ഇവിടെ ഉണ്ട്, ബാക്കി ഗോഡൗണിലുണ്ട്. ഇതൊക്കെ വരുമ്പോൾ 2021 മോഡലൊക്കെ വണ്ടികളാണ്. ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കണ്ട ഒരു ഓവർ പ്രൈസാണ് 95,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 95 രൂപയ്ക്ക് 2021 വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2019 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. ഈ വണ്ടി വരുമ്പോൾ 80 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 85 രൂപ ഇട്ടേക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 5,000 രൂപ ഓഫർ ഇട്ട് കൊടുക്കുമ്പോൾ 80,000 രൂപയ്ക്ക് കൊടുക്കാം. 85 ഇട്ടിരിക്കുന്ന വണ്ടി 80 രൂപയ്ക്ക് ഇട്ട് കൊടുക്കാം. 80,000 രൂപയ്ക്ക് 2019 ഡിസംബർ വണ്ടി, 20 രജിസ്ട്രേഷനുള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് 80,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഫിനാൻസ് വേണേൽ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. അടുത്ത വരുന്ന 2018 മോഡൽ NS 200 നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്കൊരു 70 രൂപയ്ക്ക് കൊടുക്കാം. 75 രൂപ ഇട്ടിരിക്കുന്ന വണ്ടി 70 രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമർക്ക് 5 രൂപ ഡിസ്കൗണ്ട്. ഇതാ കൊടുത്തുവിടാടാ, 5 രൂപ കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ലയോ? കൊടുക്കാം. 2023 NS 125 ഈ വണ്ടി വരുമ്പോഴത്തേനും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഈ വണ്ടി കിലോമീറ്റർ നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് കിലോമീറ്റർ നോക്കിയില്ല, നമ്മളങ്ങ് മറന്നു. 16,000 കിലോമീറ്റർ. ഈ വണ്ടി നമുക്ക് കൊടുക്കാം 85,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനകത്ത് 5 രൂപ ഓഫർ ഇട്ടാ പറയുന്നത്. 85 രൂപയ്ക്ക് 2023 വണ്ടി നമ്മൾ കൊടുക്കുക. അല്ല, ഇത് ജെന്യുയിൻ കിലോമീറ്റർ ആണോ? പക്കാ കിലോമീറ്റർ. 2023 വണ്ടി അല്ലയോ, കമ്പനി ടയർ തന്നെയല്ലേ, നോക്കിക്കൂടായോ? ക്യാമറ അല്ലേ കയ്യിലിരിക്കുന്നത്, അങ്ങോട്ട് നോക്ക്. പറയുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചുകൂടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. ഗ്യാരണ്ടി പറഞ്ഞില്ലേ, പിന്നെന്തോ പ്രശ്നം. 2022 യൂണിക്കോണൊക്കെ ഇച്ചിരി വില കൂടുതലാണ്. നേരത്തെ ഞാനങ്ങ് പറയുക. യൂണിക്കോണൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വേണ്ട ഫൈനൽ വില 88 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 22 ആ കിലോമീറ്റർ ഓടിയേക്കുന്നത് 17,055 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ, ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളെടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. 2022 മോഡൽ വണ്ടി. അടുത്തായിരിക്കുന്നതാണ് 2023 മോഡൽ 9,000 കിലോമീറ്റർ ഓടിയ പ്ലാറ്റിന വരുമ്പോഴത്തേന് ഈ വണ്ടി വരുമ്പോഴത്തേന് 2023 12-ാം മാസം വണ്ടി. നമ്മൾ ഇട്ടേക്കുന്ന വില ഉണ്ടോ 65,000 രൂപ നമ്മൾ ഇട്ടിരിക്കുന്ന വില. ഈ വണ്ടി നമ്മൾ കൊടുക്കും 59 രൂപയ്ക്ക് കൊടുക്കും. 6,000 രൂപ ഡിസ്കൗണ്ടാണ് വീഡിയോ കണ്ടുവരുന്നവർക്ക്. അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വന്നതിൽ മാക്സിമം ഡിസ്കൗണ്ടാണ്. പിന്നെ എന്നെ കൊണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കും. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ കയറി വരും, അതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ കസ്റ്റമർ നമുക്ക് ഏറ്റവും വലുത്, അവരുണ്ടെങ്കിലല്ലോ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അടുത്ത വരുന്നത് 2019 മോഡൽ ഗ്ലാമർ. 2010 വണ്ടി കാണിച്ചു കൊടുക്കളിയാ. 2019 മോഡൽ ഗ്ലാമർ. ആണ്ട് വില ഇട്ടേക്കുന്നുണ്ടല്ലോ, ഇട്ടിരിക്കുന്ന വില 56,000 രൂപയാ. നമ്മൾ ഈ വണ്ടി കൊടുക്കും 52 രൂപയ്ക്ക് കൊടുക്കും. 2019 ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല, നമ്മുടെ പഴയ മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 52,000 രൂപയ്ക്ക് കൊടുക്കാം. കാർബറേറ്റർ മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. കണ്ടിരിക്കുന്നത് 14,000 കിലോമീറ്റർ ഓടിയ. ഇത് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഞാൻ സെക്കൻഡ് ഓണർ പറയുന്നുണ്ടല്ലോ. അടുത്ത 2021 മോഡൽ ഷൈൻ.
വെറും 14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് ഞാനൊരു ഓഫർ പ്രൈസ് കൊടുക്കാൻ പോവുക. 65,000 രൂപ ഇവിടെ വില ഇട്ടേക്കുന്ന വണ്ടിയാണ്. 59 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുക. 6,000 രൂപ കുറച്ച് കൊടുക്കും. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ വണ്ടി എടുത്തിട്ട് പോകണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അളിയനൊരു നെഗറ്റീവ് കമൻറ്റ് പറയാൻ പാടില്ല. പിന്നെ അളിയൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ വന്ന് വണ്ടി എടുക്കേണ്ട, അളിയനെ വിളിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണം. ഗുണമായാലും ദോഷമായാലും എന്നെ വിളിച്ചോണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കയറി കമൻറ്റ് ഇട്ടോണം. ഈ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിച്ച് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ വില കൂടുതലെന്ന് പറയും, അല്ലാതെ വേറെ ഒന്നും പറയാൻ ഞാൻ അവസരം കൊടുക്കത്തില്ല. വില കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. കാരണം കിട്ടുന്നില്ല വണ്ടികൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3-4 മാസത്തിന് മുമ്പ് കൊടുത്ത വിലക്കായി കൂടുതൽ ഇപ്പോൾ എടുക്കുന്ന വില. ബുള്ളറ്റുകളൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയവർക്ക് അറിയാമല്ലോ. 1.15, 1.18 2019 വണ്ടികളൊക്കെ പറക്കി കൊടുത്ത സമയമുണ്ട്. അത് കൊടുക്കാനിപ്പോൾ വണ്ടികൾ കിട്ടുന്നില്ല. ഇവിടെ കടയിൽ വണ്ടി ഇല്ലായിരിക്കാൻ പറ്റുമോ? വണ്ടി എടുക്കണ്ടായോ? അന്നേരം ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ വില മാത്രമല്ല നോക്കണം. നിങ്ങൾ ഒരു മോശം വണ്ടി വില കുറച്ച് എടുത്തിട്ട് വർക്ക്ഷോപ്പുകളോട് കയറി ഇറങ്ങുന്നതിനേക്കാളും നല്ലൊരു വണ്ടി 1000 രൂപ കൂടിയാലും നല്ലൊരു വണ്ടി എടുത്ത് വാറണ്ടിയോടുകൂടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് കയറി ഇറങ്ങാൻ നടക്കേണ്ട കാര്യങ്ങളില്ല. സ്വസ്ഥമായിട്ട് ഈ വണ്ടി കൊണ്ട് നടന്ന് ജോലി ചെയ്യുക. അല്ലാതെ നിങ്ങൾ വർക്ക്ഷോപ്പ് കയറി ഇറങ്ങി നശിപ്പിക്കാനും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വണ്ടികൾ എടുത്ത് വെക്കുന്നത്. അത്ര ഹൈ ക്വാളിറ്റി വണ്ടി നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ല ലാഭത്തിന് വണ്ടികൾ എടുക്കാം. പിന്നെ ഫിനാൻസ് എടുക്കുന്നവർക്ക് ഫിനാൻസിൻ്റെ സൗകര്യങ്ങളും എല്ലാ ബാങ്കുകളും നമ്മുടെ കയ്യിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മുടെ കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ട് പുതിയകാവ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡും, കായംകുളം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് നമ്മുടെ പുത്തൻതെരുവ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡുമാണ്. പുതിയാവിനും പുത്തൻതെരുവിനും ഇടയ്ക്കാണ്. കടയുടെ പേര് എം റൈഡേഴ്സ് എന്നാണ്. ഇവരുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അല്ലാതെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാം കട ഏകദേശം അറിയാം. നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരുടെ കെയർ ഓഫിൽ തന്നെ അടുത്ത കസ്റ്റമർ വരുന്നത്. പുതിയ കസ്റ്റമേഴ്സൊന്നും അല്ല വരുന്നത്. അത്രയും ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വണ്ടി എടുക്കുന്നവർ പിന്നെ ഒരു വണ്ടി അവരുടെ ബന്ധത്തിൽപ്പെട്ടവർക്കോ പരിചയപ്പെട്ടവർക്കോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ തന്നെ സമീപിക്കും. അത് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ള ആരെടുത്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്നതുകൊണ്ട് 100 വണ്ടി അല്ലെങ്കിൽ 1000 വണ്ടി വിൽക്കുമ്പോൾ ചിലപ്പോൾ 1-2 വണ്ടിക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കും. അത് പരിഹരിച്ച് കൊടുക്കാൻ നമ്മൾ 100% ബാധ്യസ്ഥരാണ്. പിന്നെ ഈ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന വാറണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മൈന്യൂട്ട് കംപ്ലൈൻറ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുത്തിട്ട് തന്നെ വിടുന്നത്. അതിനകത്തൊന്നും നമ്മൾ ഒരു കാര്യങ്ങളുമില്ല. ഇനി നമ്മുടെ ഗോഡൗണിൽ കുറച്ച് വണ്ടികളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണിക്കാം. നമുക്കിനി ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ ഗോഡൗണിലോട്ട് വരുവാന്ന് പറഞ്ഞില്ലേ നമ്മുടെ കസ്റ്റമർക്കെല്ലാം. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് വരുമ്പോൾ 2012 മോഡൽ വണ്ടിയാണ്. നമ്മളിപ്പോൾ മൊത്തം റീസ്റ്റോർ ചെയ്തിറക്കിയ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു 10, 23, 26 റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. വണ്ടിയെല്ലാം നല്ലപോലെ ഒന്ന് കാണിച്ചേക്കണേ. 12 മോഡൽ 13 മോഡലൊക്കെ എന്ന് പറയുമ്പോൾ കുറഞ്ഞ വണ്ടികളാണെന്ന് പറഞ്ഞാൽ ആൾക്കാരായിരിക്കും മോശം വണ്ടികളാണെന്ന്. നല്ല ക്വാളിറ്റി ആണെന്നൊന്ന് കാണിച്ചു കൊടുക്കണേ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 23 രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത വരുന്നത് 2013 മോഡൽ ആക്റ്റീവ. ഈ വണ്ടി നമുക്ക് കൊടുക്കുക ഒരു 25 രൂപയ്ക്കകത്ത് നമുക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളുമായിരിക്കുന്നത്. മോഡൽ കുറഞ്ഞാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് വണ്ടിക്കകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. എല്ലാ വണ്ടികളും ഒന്ന് കാണിച്ചു കൊടുക്കുക. അടുത്ത വരുന്ന 2017 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഒരു 38 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എഞ്ചിനും എല്ലാം വാറണ്ടിയുള്ള വണ്ടികളായി. കുറഞ്ഞ വണ്ടികളാണെന്ന് പറഞ്ഞാൽ വാറണ്ടിക്കകത്ത് യാതൊരു മാറ്റവും ഇല്ല. വാറണ്ടി എല്ലാം ഇതിന് 2 മാസം എഞ്ചിൻ വാറണ്ടിയും 10 ദിവസം ചെക്കിംഗ് വാറണ്ടിയുള്ള വണ്ടികളാണ്. 2021 മോഡൽ എക്സ്പൾസ് വരുന്ന വണ്ടി. ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 21, 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇതെന്തോ ഓടിയിട്ടുണ്ട്? ഇതൊക്കെ കിലോമീറ്റർ ഓടിയിരിക്കുന്നതൊക്കെ ചെറിയ കിലോമീറ്ററിലൊക്കെ ഉള്ളൂ. ഇതൊക്കെ വരുമ്പോഴത്തേന് 23, 25, 730 ആ റേഞ്ചിലൊക്കെ ഓടിയിട്ടുള്ള വണ്ടികളാണ്. പിന്നെ ടയറോ കാര്യങ്ങളോ എല്ലാം പുതുപുത്തനായിട്ട് തന്നെ കിടക്കുന്ന വണ്ടികളാണ്. എടുത്തുകൊണ്ട് പോകുന്നവർക്ക് അത്യാവശ്യം മൈലേജ് ഓഫ് റോഡിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഹിമാലയനൊക്കെ ഇത്രയും വില കയറിയിരിക്കുമ്പം ഈ വണ്ടികളൊക്കെ എപ്പോഴും പോകുന്ന വണ്ടികളാണ്. അടുത്ത വരുന്ന 2015 മോഡൽ സുസുക്കി ആക്സസ് വരുന്നുണ്ട്. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു 18 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 18,000 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതൊക്കെ ടയറൊക്കെ ഇപ്പോൾ കസ്റ്റമർ പുതിയത് മാറിയതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി മോഡൽ കൂടിയ വണ്ടികളാണ് വീണ്ടും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ലേഡീസ് വണ്ടിയിൽ തന്നെ 125cc വരുന്ന ജൂപ്പിറ്റർ പുതിയ മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 70 രൂപ റേഞ്ചിലൊക്കെ ഒരു 68 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്നത്. 2022 മോഡൽ ജൂപ്പിറ്റർ. മൈലേജ് കിട്ടും അത്യാവശ്യം. നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള ഒരു വണ്ടിയാണ്. അടുത്ത വരുമ്പോഴത്തേനും 2024 സ്മാർട്ട് ഡിയോ വേണ്ടാത്തവർക്ക് ഒരു 2024 കിളി വണ്ടി, കിളിക്കുഞ്ഞ് വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയാണ് ഇത്. ഇതൊക്കെ വരുമ്പോൾ കിലോമീറ്ററൊക്കെ ഓടിയേക്കുന്നത് 6779 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 80 രൂപ റേഞ്ചിനകത്തൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇത് ഇറങ്ങിയ സമയത്ത് എന്താണ് വിലയൊക്കെ വരുമ്പോഴത്തേനും 1.10, 1.15 വിലയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ മോഡൽ വണ്ടികൾ 1.10, 1.20 ഇടയ്ക്കൊക്കെ വിലയുള്ളൂ. പക്ഷേ ചെറിയ കിലോമീറ്റർ ഓടി, അതായത് ഒരു പുതിയ വണ്ടി എടുക്കേണ്ട എങ്ങനെയാണോ അതേ കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടികളാണ് ഇതെല്ലാം. ഇപ്പോഴത്തെ വിലയുടെ മാറ്റങ്ങളും അതുപോലെയാണല്ലോ. നമുക്ക് വരുന്ന ക്ലാസിക് 350 വരുന്നത് 2019 ABS ഡ്യുവൽ ഡിസ്ക് വരുന്നത്. ഫ്രണ്ടും ബാക്കും ABSും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കും വരുന്ന മോഡൽ വണ്ടിയാണ്.
ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്കൊരു 1.28, 1.30 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ നമ്മുടെ നേരത്തെയുള്ള കസ്റ്റമർക്കൊക്കെ അറിയാം. ഈ വണ്ടിയൊക്കെ ഒരുപാട് വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന വണ്ടികളാണ്. പക്ഷേ ഇപ്പം വില കൂടുതലാണ് വണ്ടിക്ക്. 2019 വണ്ടിയെ ഒരു 1.28, 1.30 റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അടുത്ത വരുന്നത് 2021 മോഡൽ 150 പൾസർ. നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ഒരു വണ്ടിയാണ്. 2021, 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 55 രൂപ 60 രൂപ റേഞ്ചിനകത്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അടുത്ത വരുന്നത് 2019 മോഡൽ 220 പൾസർ. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2019 മോഡൽ, വലിയ കിലോമീറ്റർ ഓടാത്ത വണ്ടി, ഒരു 30-നകത്തൊക്കെ ഓടിയ വണ്ടികളാണ്. ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് കൊടുക്കാം ഒരു 10-65 രൂപ ആ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എല്ലാത്തിനും അത്യാവശ്യം നല്ല ടയർ കിടക്കും. എല്ലാം ടയർ കാര്യങ്ങൾ. ഇനി അതിനകത്ത് എന്തെങ്കിലും മെയിൻ്റെനൻസ് ബാക്കി ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ വന്ന് പറഞ്ഞാൽ അന്നേരം അതും ചെയ്ത് കൊടുക്കും. അതിനകത്തൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് വരുന്നത് 2019 മോഡൽ 220. അതെല്ലാം ഏകദേശം ഒരേ വിലകൾ തന്നെ വരുന്ന വണ്ടികളാണ്. വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണില്ല. 220 ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റി വണ്ടികളും ഇപ്പോൾ കിട്ടാൻ ഇച്ചിരി പാടുള്ള വണ്ടികളും ഇതൊക്കെ. ഇരിക്കുന്നവരെല്ലാം പൊന്നും വില ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഇതെല്ലാം കാർബേറ്റർ മോഡൽ വണ്ടികളാണ് കേട്ടോ ഇരിക്കുന്ന എല്ലാം. അതും കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. FI എല്ലാ വണ്ടികൾ അത്രയ്ക്കും നല്ല. ഇത് കിലോമീറ്ററൊക്കെ ഓടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 30-something കിലോമീറ്റർ ഓടിയേക്കുന്നത്. ഇത് വരുമ്പോൾ 36 ഓടിയിട്ടുണ്ട്. ഈ വണ്ടി വരുമ്പോഴത്തേന് 29,416 ഓടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ പക്കയാക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. അടുത്ത വരുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന വണ്ടിയൊന്നുമില്ല. 2019 മോഡൽ പാഷൻ പ്രോ. 2019 കാർബേറ്റർ മോഡൽ പാഷൻ പ്രോ ആയിരിക്കുന്നത്. ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 50 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതൊക്കെ മാക്സിമം ഫിനാൻസും കിട്ടും കേട്ടോ. ഒരു 10 രൂപയ്ക്കകത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അടുത്ത് നമ്മൾ അവിടെ കാണിച്ചോട്ട് തന്നെ ഒരു 14,000 കിലോമീറ്റർ ഓടി 2023 മോഡൽ പ്ലാറ്റിനയാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് നമുക്ക് കൊടുക്കാം ഒരു 55 രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. 2023, 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ തന്നെ. 2022 നാണ്ട് പിടിപ്പുണ്ട്. ഇത് നമുക്ക് കൊടുക്കാം ഒരു 50 രൂപ റേഞ്ചിനകത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇതെല്ലാം നല്ല കൊണ്ടുപോയിട്ടൊരു പുതിയ വണ്ടി ഓടിക്കുന്ന കണ്ടീഷന് ഓടിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അത്രയും ഞാൻ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ല ഓഫർ പ്രൈസിനകത്ത് കിട്ടുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇതിൻ്റെയൊക്കെ എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡിലെല്ലാം പക്കായുമാണ്. പിന്നെ വാറണ്ടിയും കൊടുക്കും. 4 മാസം, 3 മാസം, 5 മാസം എല്ലാം ഈ വണ്ടികൾക്കെല്ലാം വാറണ്ടി ഉള്ള വണ്ടികളായിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഷോറൂമിൽ ഇരിക്കുന്ന വണ്ടികൾ ഇവിടുന്ന് അവിടെ തീരുന്ന അനുസരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അതേ ക്വാളിറ്റി തന്നെ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഓരോ വണ്ടികൾ കുറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കുന്നുള്ളതേ ഉള്ളൂ വണ്ടികൾ. ഇത് വരുമ്പോൾ 2022 മോഡൽ വണ്ടിയാണ്. സ്കൂട്ടി പെപ്പ്. ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു 45 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഇതൊക്കെ ഫിനാൻസ് കിട്ടുന്ന വണ്ടി. 2022 മോഡലുണ്ട് വണ്ടി. ഇത് എന്ത് കാണണം മൈലേജ്? ഈ വണ്ടി ഇത് 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് എനിക്ക് മൈലേജ് എനിക്ക് തോന്നുന്നു 19 മൈലേജ് കിട്ടുമായിരിക്കും തോന്നില്ലേ? അത്രയൊക്കെ കിട്ടുമായിരിക്കും. കൊച്ചു വണ്ടിയല്ലേ, കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെ 2022 മോഡൽ വണ്ടിയാണ്. പിന്നെ 2013 വണ്ടിയാണ്. 2020 വണ്ടിയുടെയൊക്കെ ക്വാളിറ്റി ഉണ്ട്. 2013 ആണെന്ന് വിചാരിച്ചിട്ട് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു 25 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിയുടെ വൃത്തി ഉണ്ടല്ലോ. കിലോമീറ്റർ ഓടിയാക്കുന്ന ജെനുവിനാണെന്ന് അറിയത്തില്ല. 33,000 കിലോമീറ്റർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത വരുന്ന റാലി എഡിഷൻ RZR ഫുള്ളി ഹൈബ്രിഡിലുള്ള വണ്ടി. റാലി എഡിഷൻ വണ്ടിയാണ്. ഇത് വരുമ്പോൾ നമുക്കൊരു 88 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അന്നേരം അവർക്കൊക്കെ നമുക്കിത് കൊടുക്കാം. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിയേക്കുന്നത് 14,624 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. കറക്റ്റ് കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി എല്ലാ സാധനവും കൊടുക്കാം. അടുത്ത വരുന്ന 2017 നല്ല ക്ലീൻ വണ്ടിയാണ്. 2017 നല്ലൊരു വണ്ടിയത്. ഈ വണ്ടിയൊക്കെ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഒരു 36,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഡിയോ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് 42 രൂപ ഇട്ടേക്കുന്ന വണ്ടിയാണ്. 36,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം. ഇനി നമ്മളങ്ങോട്ട് കാണിക്കാൻ പോകുന്ന ഹൈബ്രിഡ് വണ്ടികളുടെ ഒരു ഘോഷയാത്രയാണ് അങ്ങോട്ട്. ഇത് 3 എണ്ണം 2023, 24 വണ്ടികളാണ്. ഈ 3 എല്ലാ കളറും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ കാണിച്ചിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട്, മാറ്റ് ബ്ലൂ കാണിച്ചിട്ടുണ്ട്. ഇത് വരുമ്പോൾ സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറായത്. എല്ലാ മോഡലുകളും ലോ കിലോമീറ്റർ വണ്ടികളായിരിക്കുന്നത്. ഇതെല്ലാം വരുമ്പോൾ നമുക്കൊരു 75-80 രൂപ റേഞ്ചിനകത്ത്, 65 രൂപ, 75 രൂപ റേഞ്ചിനകത്തോട്ട് നിൽക്കുന്ന വണ്ടികൾ. ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പിൽ, എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരെണ്ണം പോലും രണ്ടാമത്തെ ഓണർഷിപ്പിൽ. എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളുമാണ്. ഇത് ഫുൾ ഓൺ കയറുന്ന വണ്ടി അങ്ങനെ വല്ല വണ്ടി ഉണ്ടോ? ഫുൾ ഓൺ കയറുന്ന വണ്ടികൾ നമുക്ക് മൈസ്ട്രോ പോലുള്ള വണ്ടികളൊക്കെ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. അതെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് കാണിക്കാം. അതൊക്കെ സർവീസിന് വന്നതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം നമുക്ക്. അടുത്ത വരുന്നത് ഈ എൻഡോർക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. 2022 ഉണ്ട്. 2022 വണ്ടികളാണ്. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 65 രൂപ 70 രൂപ റേഞ്ചിനകത്ത് നിൽക്കുന്ന വണ്ടികളാണ്. ഇതൊക്കെ 2000 ഏറ്റവും ടോപ്പ് മോഡൽ എക്സ്ട്രീം XP ഒക്കെ വണ്ടികളാണ് ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 65 രൂപ 70 രൂപ റേഞ്ചിനകത്ത് നിൽക്കുന്ന വണ്ടികളാണ്.
2022 മോഡൽ വണ്ടികൾ അതെല്ലാം. ഇതൊക്കെ ഒരു 5-10 രൂപയൊക്കെ 10 രൂപ കൊണ്ടുവന്ന് നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ ഇതെല്ലാം. പിന്നെ ഇപ്പോൾ ഈ മോഡൽ കൂടി വണ്ടികളൊക്കെ മാക്സിമം ഇച്ചിരിയോടൊക്കെ പൈസ അടച്ചിട്ട് ഇറക്കാമെങ്കിലേ ഫിനാൻസിനകത്ത് ഇൻട്രസ്റ്റിനകത്തൊക്കെ ഇച്ചിരി കുറവുകളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ഈ സർവീസിനും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ അതെല്ലാം കൂടെ കാണിക്കണ്ട, നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. 2016 മോഡൽ ആക്റ്റീവ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടി, ഒരു 30-32 രൂപയ്ക്കകത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ. FC 2019 ഇരിപ്പുണ്ട്, ഗ്രാസിയ 2019, മൈസ്ട്രോ, ഡിയോളൊക്കെ നമുക്കൊരു 25 രൂപയുള്ള ഡിയോളെല്ലാം ഉണ്ട്. അതെല്ലാം സർവീസിന് കയറിയിരിക്കുന്നത്. ഇതെല്ലാം സർവീസ് കഴിഞ്ഞ് ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വണ്ടികളാണ് ഇതെല്ലാം. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റേ കൊണ്ടുവന്ന് കൊടുക്കത്തുള്ളൂ വണ്ടികൾ. ബ്രേക്ക് പാഡ് പോലും മാറണമെങ്കിൽ അത് ഇത്രയും മാറി അതിൻ്റെ കാര്യങ്ങൾ മൊത്തം നമ്മളെ മെക്കാനിക്കൽ ചെക്ക് ചെയ്തിട്ട് A to Z കംപ്ലയിൻറ്റുകൾ നിലവിൽ നമുക്കറിയാൻ പറ്റുന്ന എല്ലാ കംപ്ലയിൻറ്റും, പിന്നെ നമുക്കറിയാൻ പറ്റാത്ത കംപ്ലയിൻറ്റുകൾക്ക് വാറണ്ടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 ദിവസം വാറണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇനി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ബ്രേക്ക് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനും, പിന്നെ അത് കഴിഞ്ഞ് കാണാൻ പറ്റാത്ത സാധനം എഞ്ചിന് പിന്നെ 3 മാസം തൊട്ട് 6 മാസം വരെ നമുക്ക് വാറണ്ടിയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ, വണ്ടികളുടെ വിശേഷങ്ങൾ. പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള കുറച്ച് വണ്ടികൾ ഇപ്പം വരുന്നുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് അതെല്ലാം കൂടെ കാണിക്കാം. ഇപ്പോൾ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി മോഡൽ കൂടിയ വണ്ടികൾ കാണിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു വിട്ടേക്കുന്നത്. അതിനകത്ത് ഈ വിലയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആരും വരാതിരിക്കേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആക്കി കൊടുക്കാം. വരുന്ന കസ്റ്റമറുടെ ഒരു മനസ്സമാധാനവും സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു വണ്ടിക്കകത്ത് ഇച്ചിരി ലാഭം കുറച്ചിട്ട് ചെയ്താലും അടുത്ത വണ്ടിക്കകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. അതങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കസ്റ്റമറുടെ അടുത്തും നമ്മൾ ഇടപെടുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ വരുന്ന വഴിയും കാര്യങ്ങളും നമ്മൾ ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ലൊക്കേഷനും കാര്യങ്ങളും കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 9 മണി വരെ നമുക്ക് എപ്പം വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു വാട്സപ്പിനകത്ത് കോൾ ചെയ്യണം. കാരണം 9 മണി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പരുവാകും. കാരണം മറ്റേ ചാനലിനകത്തുനിന്ന് എല്ലാം ഉള്ള വിളികൾ വരുമല്ലോ. അതുകൊണ്ട് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ നമുക്ക് ഫോൺ എടുക്കാം. ഞായറാഴ്ച അവധിയാണ്, ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അടുത്ത നമുക്ക് കാണിക്കാൻ പോകുന്ന ഒരു CBR കാണിക്കാം. നമ്മുടെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു വണ്ടി ഇത് 2017 മോഡൽ 150R. നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഒരു ജെനുവിനായിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു 65,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉപയോഗിക്കുന്നവർക്ക് നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം വന്നതേ ഉള്ളൂ വണ്ടി. ഇനി സർവീസും പോളിഷും കാര്യങ്ങളും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് ഈ വണ്ടി കൊടുക്കും. ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിക്ക് നല്ല ഒരു ക്വാളിറ്റിയിലുള്ള CBR ചോദിച്ച് വരുന്നവർക്ക് നമുക്കൊരു 65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ചെയ്ത് കൊടുക്കാം. നമുക്കിനി അടുത്ത കാണിക്കാനുള്ളത് 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു 13,000 കിലോമീറ്റർ ഓടിയ MT 15. ഇപ്പോൾ വന്നതേ ഉള്ളൂ വണ്ടി. വെർഷൻ 2 വരുന്ന വണ്ടിയാണ്. വണ്ടി ഒരു പുതിയ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 1.75 നമുക്ക് ഫൈനൽ ഈ വണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിനാൻസൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ നമുക്ക് ഫിനാൻസ് ഇട്ട് നല്ല പക്കയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ വണ്ടി എടുക്കാവുന്ന അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി വേണ്ടവർ നമ്മുടെ നമ്പറിനകത്ത് ബന്ധപ്പെട്ടിഞ്ഞ് പോരുന്നത് നമുക്ക് കൊടുക്കാൻ. 2024 മോഡൽ വണ്ടിയാണ്, വെർഷൻ 2 വണ്ടി, വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റി നല്ലപോലെ കാണിച്ചു കൊടുക്കണം, എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കണം, ടയറും കാര്യങ്ങളും. അതിൻ്റെ ബാക്കിലത്തെ മഡ് ഗാർഡ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കസ്റ്റമർ നമ്മളെ തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പക്കാക്കി കൊടുക്കും. ഇങ്ങനെ കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ കൊടുക്കാം, മഡ് ഗാർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് മഡ് ഗാർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ചോദ്യം എത്ര? ഇത് വരുമ്പോൾ ഒരു 1.75 നമുക്കിത് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിക്കകത്തും കൊണ്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, പുതിയ വണ്ടിയുടെ അതേ കണ്ടീഷനിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മെക്കാനിക് ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് വണ്ടികൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ കൊണ്ടു കടന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാം എന്നുള്ളൊരു അവസരം ഉള്ളതുകൊണ്ട് കൂടി തന്നെ അത് പ്രയോജനപ്പെടും. 2,000-3,000 രൂപയൊന്നും കൊടുത്ത് നമുക്കൊരു മെക്കാനിക്കലിനെ കൊണ്ടുവരാതെ നമ്മളെ അറിവിൽ നിന്നുകൊണ്ട് വണ്ടിയെടുത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ നമുക്ക് തന്നെ അറിയാൻ വേണ്ടി ഇത്രയും ദിവസം ഓട്ടിച്ച് നോക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉതകുന്ന ഒരു നല്ല വീഡിയോ ചെയ്ത് തന്നു എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.